എല്ലാവർക്കും നമസ്കാരം. പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷനിൽ അങ്കണവാടി ടീച്ചർ, അങ്കണവാടി ഹെൽപ്പർ എന്നിവരുടെ ആധാർ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും 2 മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, വെരിഫൈ ആയിട്ടുള്ള ആധാറുകൾ മാസ്കഡ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. രണ്ടാമതായിട്ട് വന്നിട്ടുള്ള മാറ്റം, ആധാർ വെരിഫൈ ആയിട്ടില്ല എങ്കിൽ രേഖപ്പെടുത്തിയ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു ഇറർ മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുന്നതിനായിട്ട് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക. ഏറ്റവും താഴെ വലതുവശത്തുള്ള മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹെൽപ്പറുടെയോ അതല്ലെങ്കിൽ ടീച്ചറുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആധാർ വെരിഫൈ ആയിട്ടുണ്ട് എങ്കിൽ മുമ്പത്തെ പോലെ തന്നെ ആധാർ നമ്പറിൻ്റെ സൈഡിലായിട്ട് ആ ഒരു പച്ചട്ടിക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആധാർ നമ്പർ ഈ രീതിയിൽ മാസ്ക്ഡ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ബാക്കി താഴെയുള്ള ഭാഗങ്ങളിലേക്കൊന്നും മാറ്റമില്ല, മുമ്പുള്ളതേപോലെ തന്നെയാണ്. രണ്ടാമതായിട്ട് വന്നിട്ടുള്ള മാറ്റം, ടീച്ചറുടെയും അതുപോലെ തന്നെ ഹെൽപ്പറുടെയൊക്കെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആധാർ വെരിഫൈ ആയിട്ടില്ല എങ്കിൽ രേഖപ്പെടുത്തിയ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ ഇതേ രീതിയിൽ ഒരു ഇറർ മെസ്സേജ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ടീച്ചറുടെ പ്രൊഫൈലിലാണ് കാണുന്നത് എങ്കിൽ ടീച്ചറുടെ ആധാർ വെരിഫൈ ആയിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഹെൽപ്പറുടെ പ്രൊഫൈലിലാണ് ഈ രീതിയിൽ കാണുന്നത് എങ്കിൽ ഹെൽപ്പറുടെ പ്രൊഫൈല് വെരിഫൈ ആയിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മുമ്പ് നൽകിയിട്ടുള്ള ആധാർ വിവരങ്ങളിൽ തെറ്റുണ്ട് എന്നും അത് കൃത്യമായിട്ട് നൽകണമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആധാർ വെരിഫൈ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആധാർ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കുക. 2, പേര് ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക. 3, ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിലുള്ള പോലെ തന്നെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക. നിലവിലുള്ള ആധാർ നോക്കി നിങ്ങൾ ഒരുപാട് തവണ രേഖപ്പെടുത്തിയിട്ടും ആധാർ വെരിഫൈ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഈ ആധാർ എടുക്കുന്നതാണ് നല്ലത്. ആ ഒരു ഈ ആധാറിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആധാർ വെരിഫൈ ആകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ഒരു തവണ ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. തുടർന്ന് അല്പസമയം കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മൾ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ടുണ്ട് എങ്കിൽ ആധാർ വെരിഫൈഡ് എന്ന രീതിയിൽ കാണാൻ സാധിക്കും. ഇനി അഥവാ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ തെറ്റായിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു ഇറർ മെസ്സേജാണ് കാണാൻ സാധിക്കുക. അപ്പോൾ തുടരെ ആധാറിൽ നോക്കിയിട്ട് നമ്മൾ വിവരങ്ങൾ എൻ്റർ ചെയ്തിട്ടും ഇറർ മെസ്സേജ് കാണുന്നുണ്ട് എങ്കിൽ ഈ ആധാർ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ആധാർ വെരിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുതിയ വെർഷനിൽ ഇത്രയും കാര്യങ്ങളാണ് അങ്കണവാടി ടീച്ചർ, ഹെൽപ്പർ എന്നിവരുടെ ആധാർ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.